നല്ല ഒന്നാന്തരം വീട്. കുറഞ്ഞത് 1 ലക്ഷം കട്ടെങ്കിലും കയറി കാണും. താങ്ക്സ്. யார் நீ ஏன் வந்து எதுக்கு வந்து என்ன பார்க்க வந்தேன் சொல்லடா சொல் சொல் சொல். കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം അമ്മ പാക്കണം. എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണുരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം, ഇമാതിരി എല്ലാവിധ പൈത്യത്തിനും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ ഇരിക്കു സാർ? എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം എന്റെ മെലിച്ചിരി മാറ്റും, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കതയ്യ കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെ ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ അപ്പടി ഒന്നും சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் லாடேஷ் സർട്ടിഫിക്കറ്റ് இருக்கா? ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ, എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. അരുന്ധതി നായർ. നാങ്ക വരട്ടുമാ? വരണ്ടാന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? ഞാങ്ക പോട്ടുമാ എന്ന് ഇറങ്ങി പോടോ. ഇതാര് കാപ്പിരികൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി? കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില്ല. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാര സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാരം ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവ. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേ സമ്മാനം മേടിക്കാൻ നോക്കൂ. വാ നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തെണ്ടി. അവളിപ്പ എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. ആഹാ, നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16 അടിയന്തരത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടാ തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ. പിന്നെ മലയാളം സംസാരിക്കുന്ന 2 ലാടന്മാര് കുറെ നേരമായിട്ട് എന്നെ പുറകെ നടക്കുക. ആൺമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. എവിടെ? അങ്ങനെ പോകാൻ വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സർവന്റോ? അത് இந்த பொண்ணை குறிச்சு எங்களுக்கு ஒண்ணுமே தெரியாது. புதுசா வந்த லாடேஷ். ஆமா, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതെ, ഇപ്പൊ കേരളാവിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ. ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ ST ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നിനുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന സിദ്ധൌഷധം ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവം മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? അവിടെ നിൽക്കാനാ പറഞ്ഞു. തുണി കഴിഞ്ഞോ? തുണി കഴിഞ്ഞോ? കുന്തവും കൊലത് പിടിക്കാൻ മര്യാദക്കാണ് നിന്നാ നിൽക്കാൻ.
രണ്ട് ചായ കൂടണേ. ഇവിടെ 2 ചായ കൊടുക്ക്. അയ്യോ ആശാനല്ലേ? ആശാനത് ഞങ്ങളാ. ഓ നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശാനെന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാ. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യും? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. നാട്ടിക്കല്ലേ, ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട്. അതെ, ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോവാ. കടപ്പലകാരൻ നിന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുപോവാ. പ്രതികാരം ചെയ്യാണല്ലേ? തത്തപ്പ് കൊണ്ടുവാ. ഓ അയ്യേ മേഡം, ഒരാൾ ഉണ്ണികൃഷ്ണനെ കാണുന്നില്ലല്ലോ. ഇനി വല്ല അപകടവും പറ്റിക്കാണോ? ഞാനോ നോക്കിട്ട്. ഇവിടെ ഇല്ലടി. ഉണ്ണികൃഷ്ണ, ഉണ്ണി, പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി. ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കയറി വരാൻ പോയത്? കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മോ, നീ രക്ഷപ്പെടുവതേ. കൊള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന സിഗിൽ തന്നാ മതി. പിന്നെ ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? സിഗിൽ തരണമെന്ന് പറഞ്ഞിട്ടാ പട്ടി. തരാം തരാം. എന്തിനാ ഉണ്ണിയേട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുവിനെ ഞാൻ കാവലം നിർത്തിയിട്ട് വന്നിരിക്കുക. 1, 2, 3, 4. ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് കുസ്തി. ഒരു CID അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത്. കുസ്തിയുടെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. ഉഷാർ ഉഷാർ, വാ 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 വാ. എന്നെ പരിപാടി ആശാനെ കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടായിരുന്നു? പാടില്ല. കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൻ എന്റെ സ്വഭാവം മാറട്ടോ. സാരമില്ല സാരമില്ല. ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം. ഇതുപോലെ അച്ഛാതെ കളി വേറെ കാര്യം വേറെ. ദേഹം നൊന്നും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ CID, എനിക്ക് CID അവിടെ ഒരു കുന്തമാവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ
പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് തീയടിയാവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അതെനിക്ക് കുസ്തി പഠിക്കണ്ട, അതെനിക്ക് മേല് നോവുന്ന, അതെനിക്ക് അടിക്കുന്നില്ല, അതെനിക്ക് ഭ്രാന്ത് പിടിക്കും, അതെനിക്ക് അടിക്കരുത്, എനിക്ക് കുസ്തി പഠിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തനെ തോൽപ്പിക്കുന്നത്. അയ്യോ, സ്ഥലത്തെ കുസ്തി എന്ത് കാണിക്കണേ? ആശാന്റെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പോത്ത് നമ്മളായിട്ട് തടയണ്ട, അടിക്കട്ടെ തല്ലല്ലേ? കുരുത്തേക്കേട് കാണിക്കല്ലേ? ആശാനെ തല്ലു ആരെങ്കിലും? നീ കുസ്തി പഠിച്ചിട്ടുണ്ട്. അയ്യോ, അടിക്കലേ അടിക്കലേ അടിക്കേ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കലേ, ഉണ്ണികൃഷ്ണ ഞാനാ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ആശാനെ തല്ലരുത്. ആശാൻ പറ, അച്ഛൻ അച്ഛനല്ലേ ഇടപെടരുത്. വേണ്ട വേണ്ട, അയ്യോ, വേണ്ട വേണ്ട വേണ്ട. പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതാണ് ഞാനും പറഞ്ഞു. ശിഷ്യനിൽ നിന്നൊരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ, ദേഹം നൊന്താ പിന്നെ ഈറ്റക്കുലിയാ. സാരമില്ല, ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം. എന്താടി പറഞ്ഞത്? അച്ഛൻ ഞാൻ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു. PODDA പോടാ, PODDA പോടാ. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ? ഇനി ഉണ്ടോ ഞാൻ പിടിക്കാം. പിടി കൊണ്ട് തളർന്ന് കിടക്കില്ലേ? ചൂടണ്ട പറയണേ, വായി നോക്കി. പറയാം, പറയാം. ഞാൻ സൂക്ഷിക്കാം. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്, തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല, ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല, ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, തോക്കെടുക്കൂ, നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതെന്നാ പോലീസ് വെച്ചാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാനൊന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്, ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ദാ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടന്റെ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളം കോരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങഴി കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലടാ കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ, അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു. ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു, എങ്കിൽ തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതരം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇനി ഇവന് വച്ചോണ്ടിരുന്നത് ശരിയാവത്തില്ല. അടിക്കുന്നതാ. ഓക്കെ, see you. വരട്ടെ.
മിസ്റ്റർ പ്രേംശങ്കർ, 1 minute, please. ആരാ മനസ്സിലായില്ലല്ലോ. ഐ എം പ്രൊഫസർ രാമവർമ്മ. ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസറായിരുന്നു. അതിന് SSLC കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ. അയ്യോ അത് ഞങ്ങൾ അറിഞ്ഞില്ല. യു ആർ കറക്റ്റ്. ഞാൻ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു. മിസ്റ്റർ പ്രേംശങ്കർ എന്ത് ചെയ്യുന്നു? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ്. ഓഹോ, നിങ്ങളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം, ഐ മീൻ എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ്? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഓഫ് കോഴ്സ്. പക്ഷേ ആ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാവ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ. അല്ലെ അസിസ്റ്റന്റ് മിസ്റ്റർ കുഞ്ചു? സത്യം പറ. Tell me who are you? I am CID ഉണ്ണികൃഷ്ണൻ BA. എന്തൊരു കള്ളം പറഞ്ഞല്ല, ഒറിജിനൽ തീയടിയാ. എന്നാ ഞാൻ ആരാണെന്ന് അറിയാം. അറിയാം. അവളുടെ പുറകെ മണപ്പിച്ചിറക്കുന്ന ഒരു തിണ്ടി. അല്ല, CID പ്രേംശങ്കർ MA LLB. കൂൾ ഡൗൺ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ. നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ 2 പേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും. സർ, എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. അരുന്ധതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സംർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ 75% എന്റെ ഫയലിലായി കഴിഞ്ഞു. ബാക്കി 25% കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 24 മണിക്കൂറുകൾ മതി. എന്നാൽ അടുത്ത 20 മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ? കാണണം. കാണാം. വേണ്ട, ഇവിടെ വെച്ച് തർക്കം വേണ്ട. ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി. നിങ്ങൾക്ക് പോകാം. പോവുകയാണ് സാർ. അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ല ഇനി പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ മിസ്റ്റർ KU കോശി. I am CID ഉമ്മൻകോശി MAML ഫ്രം ഉമേനല്ലൂർ. ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശ് കളയണമെന്നില്ല. ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ. ഭീഷണി വേണ്ട. തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? CID പണി ആമ്പിള്ളേര് ചെയ്യും. അതെ, ആമ്പിള്ളേര് ചെയ്യും. രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. അന്വേഷണത്തിന്റെ ക്ഷീണം തീരും. ക്ഷീണിക്കുന്ന ആരാണെന്ന് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. Okay, then we shall meet at the battlefield, my dear friends. പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിനും CID നിയമിച്ചു തുടങ്ങി. കാലം മാറിയൊന്നും അമ്മ അറിഞ്ഞില്ലേ? ഈ ഗ്രാമം പോലെയൊന്നും അല്ല പട്ടണം. അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് അയൽവക്കാരന് പോലും അറിയാൻ പറ്റില്ല. ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളമ്മേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചതാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് എല്ലാവരും പറഞ്ഞ്. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ. ആദ്യത്തെ കുട്ടി ആണാവാൻ ഉരുളിച്ച, രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച. എന്നിട്ടിപ്പോ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഉരുണ്ട ഏത് കാര്യവും നടക്കും. ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ? ഉണ്ണേട്ടൻ ജോലിക്ക് പോണെന്ന് തന്നെയാണ് അമ്മായി പറയുന്നത്. പിന്നല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ. വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു. ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി ചോർത്തി എടുക്കാന്നൊക്കെ പറഞ്ഞ പൂഴി മണൽ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നത് പോലെ ഭയങ്കര പാടാ. എന്ത് പറഞ്ഞാലും അവന്റെ ഒരു ഇഷ്ടികയും ചോളയും. എനിക്ക് പോടാ. താങ്ക് യു. ഞാൻ CID ആവാൻ പോകുന്ന വിവരം ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാ. അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ. 9ാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയത് എത്ര നന്നായി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ. ഞാൻ നിർത്തിയതല്ല, അവർ നിർത്തിച്ചതല്ലേ. പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു. ഒരു ക്ലാസ്സിൽ 4 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാൻ ഒക്കത്തില്ല എന്ന് നിർബന്ധം പിടിച്ചവന് ഞാൻ എന്തോ ചെയ്യും? പകലന്തിയോളം അധ്വാനിച്ചിട്ട് രാത്രിയിൽ ഈ പുഴയിൽ ഇങ്ങനെ മുങ്ങി കുടിക്കാൻ നല്ല രസമല്ലേ കുഞ്ചു? ജോലി തണ്ടലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും നിന്റെ കൂടെ കട്ടയിറക്കാൻ കൂടിയാലെന്ന് ആലോചിക്കുക. അത് വേണോ? അതെന്താ? എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. കട്ടേറിപ്പ് അത്ര മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ്.
കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ. എന്നാലും പച്ച കട്ട പോലെ ഈ തൊഴിലിനൊരു മാന്യതയില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ബി ആയിട്ടായാലും ഈ തൊഴിലിന് ഇറങ്ങണ്ട. രമേന്ദ്രയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോവാൻ ഒരു ഗൾഫുകാരൻ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇന്നത്തെ ജോലിയും പോയ കാര്യം ദമയന്തി അറിഞ്ഞോ? ഇല്ല, അറിയുമ്പോ അവൾ ആത്മഹത്യ ചെയ്യായിരുന്നാൽ കൊള്ളാം. ഉണ്ണി എന്താ ആലോചിക്കുന്നത്? അടുത്ത ഘട്ട എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വയ്ക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പ്രേംശങ്കറിന്റെ പുറത്തു വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഉമ്മൻകോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തിയാടിച്ചാലേ അന്വേഷണം ഈസിയാവും. അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല, നല്ല പാറ തന്നെ വെക്കണം, എന്നാലേ പൊങ്ങാതിരിക്കും. അതിനെന്താ ഒരു വഴി? ആ പ്രേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്കുറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം, അത് മറക്കണ്ട. അതറിയാവുന്നത് കൊണ്ടല്ലേടാ ആ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടച്ചത്. പഴുതുകൾ ഭംഗിയായിട്ട് അടങ്ങിയിട്ടില്ല. ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും. ഒരു CIDയുടെ മുറിവാതുക്കൾ മറ്റൊരു CID ഒളിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഒരു CIDയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു CIDയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്റെ മിടുക്ക്. ഇത് എന്റെ മിടുക്ക്. എന്നാലേ ആ മിടുക്കം കൊണ്ട് നീ അങ്ങ് നടന്നോ. സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം. അത് പിന്നെ കാണാനൊന്നുമില്ല, ജോലി പ്രേംശങ്കർ തന്നെ. അയ്യ, അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മിണ്ടായടാ ഞാഞ്ഞൂലേ. ദേ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ. അയ്യടാ, ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ല. അതിനു മുമ്പ് ഒരു പേട്ട അസിസ്റ്റന്റിനെ ചോദിച്ചു നടക്കുന്നു. അതെ, എന്റെ കാര്യങ്ങളിൽ താൻ ഇടപെടണ്ട. താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓ, എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു. അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളെയ്യാൻ ഇനി ദിബിഷകൾ പാത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാ. അരുന്ധതിയെ അവൻ പ്രേമിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്തി? ഹലോ ഹലോ, ഞാൻ പ്രേംശങ്കറാ. അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്താ. ഓ, മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തിലാ. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? സംഗതി കലക്കി.